ഇതെല്ലാം ആത്മാവ് നിറയുമ്പോഴാണ് നമുക്ക് വ്യത്യാസം ഉണ്ടാവുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെയല്ല, ദൈവത്തിൻ്റെ ആത്മാവ് നിറയുമ്പോഴാണ്. ഞാൻ ചങ്ങനാശ്ശേരിക്കും ആലപ്പുഴയ്ക്കിടയ്ക്കുള്ള ഒരു പള്ളിയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ കുർബാന കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ 2 പിള്ളേരൊക്കെ ഉണ്ട് അവിടെ, എൻ്റെ കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ ഒരു സഹോദരി ഓട്ടോയിൽ വന്ന് ഇറങ്ങി, ഓട്ടോക്കാരനെ വിട്ടു. വിദേശത്തുനിന്ന് ജോലിക്ക് പോയിട്ട് വന്നൊരു സഹോദരി എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ആദ്യം കാണുന്നത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ എന്നെ കാണാൻ വന്നതാണോ? അപ്പോൾ ആ കൊച്ചു ഞെട്ടിപ്പോയി. അച്ഛനെ കണ്ട് മനസ്സിലായില്ലേ? മനസ്സിലാകുന്നില്ല മോളെ. അപ്പോൾ അവളുടെ പേര് പറഞ്ഞു, വന്ന സ്ഥലവും പറഞ്ഞു. ഞെട്ടിപ്പോയി ഞാൻ ചോദിച്ചു, മോളെ നീ ഏത് ബ്യൂട്ടി പാർലറാണ് ദിവസങ്ങൾ നീ പോയെന്ന് ചോദിച്ചു. നീ ആപ്പിടെ മാറിപ്പോയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. കാരണം എനിക്കപ്പോൾ ഓർമ്മ വരികയാണ്, കണ്ട് 1.5 മാസം മുമ്പ് വരുമ്പോൾ ഭയങ്കരമായിട്ട് ബന്ധനമുള്ളൊരു പെൺകുട്ടിയായിരുന്നു. ഭയങ്കരമായി ബന്ധനമുള്ള ആ കുട്ടിയുടെ എനിക്ക് എപ്പോഴും അറിയില്ല ആ കുട്ടി കറുത്തതോ വെളുത്തതോ. അന്ന് കുട്ടി കാണുമ്പോൾ കറുത്തൊരു പെൺകുട്ടിയാണ്. അതിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയായിരിക്കാം ഞാൻ കണ്ടെന്ന് ചിന്തിക്കുകയാണ്. അതുപോലെ ഏതോ ഒരു അന്ധകാരത്തിലുള്ളൊരു പെൺകുട്ടി ഒക്കെ അവിടെ വന്ന് പ്രാർത്ഥിച്ച്, ബന്ധനമെല്ലാം അഴിച്ച് പ്രാർത്ഥിച്ച് ഭജനൊക്കെ പറഞ്ഞു കൊടുത്തു, കാശുരൂപവും എല്ലാം പറഞ്ഞു കൊടുത്ത് ആ കുട്ടി തിരിച്ചു പോയി. ആ കുട്ടി ഇതെല്ലാം അനുസരിച്ച് ചെയ്തപ്പോൾ ആ കുട്ടിയിലേക്ക് ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ടായി. ആ കുട്ടി എന്നോടൊരു ചോദ്യം ചോദിച്ചു, അച്ഛാ എനിക്കെന്ത് മാറ്റം ഉണ്ടായത്? ഞാൻ കഴിഞ്ഞ മാസങ്ങളിൽ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ മിണ്ടിയാലും ആരും എന്നോട് മിണ്ടാറില്ല. ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ ആരും ഉത്തരം പറയാറില്ല, എന്നോട് ആരും കൂട്ടുകൂടാറില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ എല്ലാവരും എന്നോടൊന്ന് മിണ്ടുന്നു, എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു, എൻ്റെ കുഞ്ഞിനെ തലോലിക്കുന്നു, എൻ്റെ വീട്ടിലവർ വരുന്നു. എനിക്കെന്ത് മാറ്റമുണ്ടായത്? ഞാൻ പറഞ്ഞു, മോളെ നിന്നിൽ അന്ധകാരം മാറി, നിൻ്റെ ബന്ധനം മാറി, നിന്നിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഇപ്പോൾ നിന്നെ സംസാരിക്കുമ്പോൾ മോള് പോലും അറിയാതെ പരിശുദ്ധാത്മാവ് അവരിൽ നിറഞ്ഞിട്ട് അവർക്ക് ആനന്ദമുണ്ടാകുന്നു, അവർക്ക് സന്തോഷമുണ്ടാകുന്നു. അവർ ആ ആനന്ദം അനുഭവിക്കുന്നത് കൊണ്ട് അവർ പോലും അറിയാതെ, മോള് പോലും അറിയാതെ അവർ മോളെ സമീപിക്കുന്നു. ഇതാണ് മോളുടെ വ്യത്യാസം ഞാൻ പറയുകയുണ്ടേ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതാണ്. നമ്മുടെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആഴം നല്ലതാണ്, എത്ര മണിക്കൂർ പ്രാർത്ഥിച്ച് അത് നല്ലതാണ്. പക്ഷെ അതിലേറെ നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ഒരു സ്വഭാവം, ആ ആനന്ദവും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ തമ്മിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ നന്നായി ജീവിക്കാനായിട്ട് സാധിക്കും.